ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് വരുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായുള്ള സന്നാഹ മത്സരത്തിന് ശേഷം ഇന്ത്യൻ നിരയിൽ 3 മാറ്റങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത്. പ്ലേയിങ് കോമ്പിനേഷനിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 1ാം മത്സരത്തിൽ തകർപ്പൻ വിജയമായിരുന്നു ടീം ഇന്ത്യ നേടിയെടുത്തിരുന്നത്. ഓസ്ട്രേലിയയുടെ കുത്തകയായ പെർത്തിൽ ഇന്ത്യ സർവാധിപത്യ വിജയമാണ് നേടിയത്. 2ാം ടെസ്റ്റ് അഡ്ലേഡ് ഓവലിലാണ് നടക്കാനായി പോകുന്നത്. പകലും രാത്രിയുമായി നടക്കുന്ന മത്സരം പിങ്ക് ബോൾ ടെസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിനു മുൻപ് ഓസ്ട്രേലിയയിൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഏറ്റവും മോശം റെക്കോർഡാണ് ടീം ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യക്ക് ഈ നാണംകെട്ട പ്രകടനത്തിന് പകരം ചോദിക്കേണ്ടത് അനിവാര്യമാണ്. പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യ സന്നാഹ മത്സരം കളിച്ചിരുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനുമായി നടന്ന പിങ്ക് ബോൾ ഫ്രണ്ട്ലി മാച്ചിൽ ഇന്ത്യ വിജയം നേടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ മത്സരത്തിലെ ടീം ഇന്ത്യയുടെ പ്രകടനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അഡ്ലേഡിലേക്ക് എത്തുമ്പോൾ ടീം ഇന്ത്യൻ നിരയിൽ 3 മാറ്റങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീമിനൊപ്പം മടങ്ങിയെത്തിയെങ്കിലും ഓപ്പണിംഗിൽ KL രാഹുൽ ജയ്സ്വാൾ സഖ്യത്തിനെ പൊളിച്ചെഴുതാൻ ടീം ഇന്ത്യ തയ്യാറാകില്ല എന്നാണ് ആദ്യം ലഭിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ജയ്സ്വാളും KL രാഹുലും ഓപ്പണിംഗിൽ ടീം ഇന്ത്യക്ക് വേണ്ടി തുടരും. രണ്ടുപേരും ചേർന്ന് 200 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടും സൃഷ്ടിച്ചിരുന്നു. സന്നാഹ മത്സരത്തിൽ രോഹിത് തിരിച്ചെത്തിയപ്പോഴും ജയ്സ്വാൾ KL രാഹുൽ സഖ്യത്തിനെ തന്നെ ഓപ്പണിംഗിന് ഇറക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. 5ാം നമ്പറിലാണ് രോഹിത് ബാറ്റിംഗിനായി എത്തിയത്. പ്ലേയിങ് ലെവലിലെ മറ്റൊരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് ശുഭ്മാൻ ഗിൽ ഇന്ത്യക്ക് വേണ്ടി 3ാം നമ്പറിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന കാര്യമാണ്. പരിക്ക് മൂലം ആദ്യ മത്സരം നഷ്ടമായ ഗിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനത്തോടു കൂടി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം ടെസ്റ്റിൽ 3ാം നമ്പറിൽ ശുഭ്മാൻ ഗില്ലായിരിക്കും ഇന്ത്യക്ക് വേണ്ടി എത്തുക. ഗിൽ 3ാം നമ്പറിലെത്തിയ സാഹചര്യത്തിൽ രോഹിത് ശർമ്മ 5ാമനായിരിക്കും ബാറ്റിങ്ങിനായി എത്തുക. വിരാട് കോഹ്ലിയും മികച്ച പ്രകടനത്തോടു കൂടി ആദ്യ ടെസ്റ്റിൽ തിരിച്ചു വന്നതോടെ രോഹിത്തിന് മുന്നിലും സമ്മർദ്ദമാണ് ഉള്ളത്. 2ാം ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ ഓൾറൗണ്ടർമാരായി അശ്വിനെയും ജഡേജയും കളിപ്പിക്കില്ല എന്നുള്ള കാര്യം വീണ്ടും ഉറപ്പായിരിക്കുകയാണ്. വാഷിംഗ്ടൺ സുന്ദർ ടീമിലെ ഓൾറൗണ്ടറായി തുടരും. സന്നാഹ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. സർഫറാസ് ഖാൻ നിരാശപ്പെടുത്തിയപ്പോൾ പേസ് നിരയിൽ ഹർഷിത് റാണ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. 4 വിക്കറ്റുമായി ഹർഷിത് റാണ മികവ് കാട്ടിയതോടുകൂടി ആകാശ് ദീപ് വീണ്ടും പ്ലേയിങ് ഇലവനിലേക്ക് എത്താനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറ, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ് പേസ് കൂട്ടുകെട്ട് തന്നെ 2ാം ടെസ്റ്റിലും ടീം ഇന്ത്യക്ക് വേണ്ടി തുടരും. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.